மௌத்தாரனை பார்த்தேன், அவளை பார்த்தேன். மௌத்தாரனை கீழே வச்சுட்டு உன் மௌத்தே ஆர்கன் மாதிரி தான் இருக்கு, அப்புறம் அதுக்கு மௌத்தாரன் சொல்லி அவன் என் தேவதன், மை ட்ரீம் கேர்ள். அவ பேர் சோனா. சோனாமா? பேர் ரொம்ப சிறுசா இருக்கே. அவ பேர் தான் சிறுசு, மற்றபடி என்ன ஐ மீன் അവളോട് എണ്ണങ്ങൾ മനസ്സ് അത சொன்னேன். നമ്മൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് എസ്.ജെ. സൂര്യ താലാജ് കോംബോയിൽ വന്ന വാലി മൂവിയാണ്. അപ്പൊ ഈ മൂവിയിൽ ഏകദേശം ഒരു 3 സീനും പ്ലസ് ഒരു സോങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുവരെയായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ ആ ഒരു ഡയറക്ടർ ബ്രില്യൻസ് നമുക്ക് ത്രൂ ഔട്ട് എല്ലാ ഈവൻ സോങ്സിലാണെങ്കിലും കാണാൻ പറ്റുന്നുണ്ട്. അതായത് ആ ഒരു കാണിക്കുന്ന രീതിയൊക്കെ, പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ നറേഷനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അവിടെ ഫുള്ളി ഒരു ഡയറക്ടർ കട്ട് ഉണ്ടായിരുന്നു. കാരണം അല്ലെ ആ ഒരു 2 സ്ഥലത്ത് ട്രാൻസിഷൻ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ആ ഒരു ഫീൽ, എസ്.ജെ. സൂര്യ ഫീല് നമുക്ക് വരുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല കേട്ടോ, അജിത് സാറിന്റെ സ്ക്രീൻ പ്രസൻസ് അത് 2 ക്യാരക്ടേഴ്സിലും കാണിച്ചിരിക്കുന്നത് അത്രയും പെർഫെക്റ്റ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. ദോ അവരെ തമ്മിൽ വലിയ എന്താണ് വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ ഒരാൾക്ക് കേൾക്കാൻ കാണാൻ പറ്റില്ല, കേൾക്കാൻ കാണാനല്ല, കേൾക്കാനും സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും രണ്ടുപേരെയും നമുക്ക് 2 രീതിയിലാണ് നമുക്ക് കാണുന്നത്. പിന്നെ എടുത്തു പറയേണ്ടെന്ന് പറയാം, ആ ഒരു റൊമാൻറ്റിക് നറേഷന്റെ സമയത്ത് അജിത് സാറിന്റെ ഫേസിലുള്ള റൊമാൻറ്റിക് എക്സ്പ്രഷൻസും നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ഇന്നസെൻസ് കൂടിയിട്ടുള്ള ഒരു റൊമാൻസ് ഇല്ലേ, അപ്പൊ അത് ആ സമയത്ത് സിമ്രൻ മാമിന്റെയും ഫേസിലെ എക്സ്പ്രഷൻ, ആ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അതേ ഒരു സാധനം അവിടെയും കിട്ടുന്നുണ്ടായിരുന്നു അല്ലെ. ശരിക്കും സോന എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ജസ്റ്റ് ഒരു ഫോട്ടോ ഉണ്ട്, പക്ഷെ ആളുണ്ട്. എനിക്ക് തോന്നുന്നു സോന എന്നാണോ പേരെന്ന് അറിയില്ല, പക്ഷെ ജ്യോതിക മാമിന്റെ ക്യാരക്ടർ ഉണ്ട്, അങ്ങനെയാണല്ലോ ഫോട്ടോ കിട്ടിയത്. പക്ഷെ ഇനിയിപ്പോ ആ ഒരു ക്യാരക്ടർ വരെയായിട്ട് ഇനി കണക്ട് ആവോ എവിടെയെങ്കിലും സാധനം ഉണ്ടാവും അറിയില്ല. പക്ഷെ ഓൾമോസ്റ്റ് ഇമാജിനറി സ്റ്റോറി എന്ന് പറയാം. പക്ഷെ ആ സ്റ്റോറി അതിലൊരു ഭയങ്കര കൺവിൻസിങ് ഉണ്ട് അല്ലെ, കാണിച്ചിരിക്കുന്ന രീതിയിൽ ഭയങ്കര നമുക്ക് തോന്നിപ്പോന്ന് ചിലപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളൊരു ഫീൽ കിട്ടുന്നുണ്ട്. നമ്മൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇനി ശരിക്കും സോന തന്നെയാണോ പേര്, അല്ലെങ്കിൽ എവിടെയായിരിക്കും അത് കണക്ട് ചെയ്യാൻ പോകുന്നുള്ള സംഭവം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇന്നലെ കമന്റ്സ് ഉണ്ടായിരുന്നു, മൂവി ചേഞ്ച് ആകാൻ പോകുന്ന ഏകദേശം ഒരു ഇന്റർവെൽ അടുപ്പിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും ഞാൻ ഭയങ്കര ഇങ്ങനത്തെ കമന്റ്സ് ഞാൻ ശരിക്കും ക്യൂരിയസ്, എവിടെയാണ് ഈ ഒരു ഷിഫ്റ്റിംഗ് നടക്കുന്നതെന്ന് അറിയാനായിട്ട്. പിന്നെ ഒരു കമന്റ് കൂടി കണ്ടില്ലേ, നമ്മൾ ഇന്ന് രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നത്, നമ്മള് സാൻഡ്രോ കാർ കൊടുത്തിട്ടുണ്ടായിരുന്നു അജിത് സാർ എന്നുള്ളത്. അജിത് സാർ നമുക്ക് അറിയാൻ പറ്റേ പുള്ളിക്കാരനെ എനിക്കോട് ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് അറിഞ്ഞ് ഇഷ്ടപ്പെടുന്നു. എനിക്ക് തോന്നുന്നു ആ സിനിമ അത്രയും ഹിറ്റ് ആയിട്ടുണ്ടാകും ചിലപ്പോ, അതിന്റെ ആ ഒരു സന്തോഷത്തിലായിരിക്കും. കാരണം ഇപ്പത്തെ കാലത്തല്ല മറ്റേ വേറെ എന്തൊക്കെയല്ലോ കൊടുക്കുന്നത്, ആ സമയത്ത് സാൻഡ്രോ കാറിന്റെ വലിയൊരു സംഭവമാണ്. ആ കാലഘട്ടത്തിൽ എന്ന് പറയുന്ന ഡയറക്ടർ, അതായത് ഡെബ്യൂ ഡയറക്ടറാണ്, അതും അത്രയും പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും. അതിനകത്ത് നമ്മൾ കാണുന്ന ഇപ്പൊ കാണുന്നതൊക്കെ എന്താ നമുക്ക് തോന്നുന്നു ഓക്കെ വേറെ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്ന്, പക്ഷെ അന്ന് ഭയങ്കര ഫ്രഷ് സംഭവങ്ങൾ ഇതിനകത്ത് കുറെ ഒളിഞ്ഞിരിക്കുന്ന സാധനങ്ങളുണ്ട് കേട്ടോ. അത് നമ്മൾ പിന്നെ എടുത്തു പറയാത്തതെന്ന് വെച്ചാൽ അതിപ്പോ ഭയങ്കര കോമൺ ആയിരുന്നു. പക്ഷെ എന്നാലും ഇന്നലത്തെ ആ ഒരു സ്റ്റോറി നറേഷൻ എനിക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം കുറെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു വേറെ എന്തോ ഒരു സുഖമുണ്ട്, രസമുണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ആ ഒരു കംപ്ലീറ്റ് എക്സിക്യൂഷൻ ആയിരിക്കും. കാരണം എന്താ പറയുക, ദേവസാറിന്റെ മ്യൂസിക്കും അതിലൊരു ഇമ്പോർട്ടന്റ് സംഭവമാണ്. കാരണം ആ സമയത്ത് ഒരു BGM വരുന്നില്ലേ, ജ്യോതിക മാമിനെ കാണുമ്പോൾ ഒരു BGM ഉണ്ട് ഡിഫറെന്റ് ആയിട്ട്, അത് കേൾക്കുമ്പോഴും നമുക്കൊരു കണക്ട് ആവുന്നുണ്ട്. അത് മാത്രമല്ല ഇങ്ങനെ തോന്നി ശരിക്കും ആ ഒരു ജ്യോതിക മാമിന്റെ ക്യാരക്ടർ ഇങ്ങനെ എടുത്തിട്ട് കൃഷിയിൽ കൊണ്ടുപോയി വെച്ച പോലെ ഇല്ല. அடுத்த சீன் போலாம். தொடங்க. இன்னைக்கு சோனா கதை வேற மாதிரி சொல்ல போறேன். எப்படின்னா நான் உட்காந்து கேட்டுக்கிட்டு இருந்தேன், உனக்கு ப்ளே பண்ண தெரியுமான்னு கேட்டேன். நான் தெரியும்னு. ஏன் தெரியுன்றத தெரியுதான்னு சொல்லணும், எனக்கு பொய் சொல்றதுன்னு பிடிக்காது. ஐயோ மக்கு, இந்த மாதிரி விஷயத்துல பொய் சொல்லலாம். பொம்பளைங்களுக்கு தெரியும் சொல்ற ஆம்பளைங்களோட தெரியாதுன்னு சொல்ற ஆம்பளைங்கன்னா ரொம்ப பிடிக்கும். நீ மட்டும் தெரியாதுன்னு சொல்லிருந்தா அவளே உனக்கு சொல்லி கொடுத்தா அப்படி இப்படியே பெரிய ரொமான்ஸ் நடந்துக்கும். நீ மிஸ் பண்ணிட்ட. இல்லையே, அன்னைக்கு ரொமான்ஸ் நடந்ததே. நீ தெரியும் சொல்லி ரொமான்ஸ் நடந்ததா? ஆமா. எப்படி? மௌத்தாரனை கொடுத்தா, நான் கிட்ட போய் வாங்கினேன். வாங்கிட்டு மௌத்தாரனை பார்த்தேன், அவளை பார்த்தேன். மௌத்தாரனை கீழே வச்சுட்டு உன் மௌத்தே ஆர்கன் மாதிரி தான் இருக்கு, அப்புறம் அதுக்கு மௌத்தாரன் சொல்லி என்னடி இன்னும் என்ன விட
അത്രേ ഉള്ളൂ. സോങ് തന്നെയാണ് ഇനി സോങ് ആയിട്ട് തന്നെ വെച്ചേക്കണേ. ചിലപ്പോ சிவா நீங்க இவ்வளவு ஃபீல் பண்ணாதீங்க. நீங்க ரொம்ப நல்லவரா இருக்கீங்க. அது உங்க ப்ராப்ளமே. ആ ഓ ഫോട്ടോഗ്രാഫി മാത്രല്ല. ഞാൻ പറഞ്ഞില്ലേ ആയിരിക്കില്ല തോന്നുന്നു. രണ്ടും അതായത് ആദ്യം മോഡലിംഗ് സംഭവമാണ്. പക്ഷെ என்ன ஸ்பீட்? 110. 110? Not 110. Just 110. என்னது? அதான் என்னது? சும்மா நான் எப்பாவது குஷியா இருந்தேன்னா சொல்லுவேன். இது யார்கிட்ட கத்துக்கிட்டீங்க? நான் தான் கத்துக்கிட்டேன். நீங்க போய் சொல்லுங்க. இதுக்கெல்லாம் எதுக்குங்க போய் சொல்றேன்? எனக்கு தெரியும் நீங்க போய் சொல்லுங்க. இது சோனா அடிக்கடி பண்ணுவாங்க. am I right? ஐயோ எப்படிங்க கண்டுபிடிச்சீங்க? பெரிய கிளாடிங்க நீங்க. பெரிய கிளாடி. உங்களை யாரும் ஏமாத்தவே முடியாது. എക്സ്പ്രഷൻ എടുക്കല്ലേ? ஐயோ நீங்க சோனா கிட்ட எப்போது ஐ லவ் யூ சொல்லிருக்கீங்களா? சொல்லிருக்கேன். எப்படி? ஐ லவ் யூ சொன்னேன். எங்க எப்போ எப்படி? ഓ ஊட்டி லேக்ல யாருமே இல்லாத இடத்துக்கு அவளை போட்ல கூட்டிட்டு போனேன். இப்போ லவர்ஸ்க்கு ஜாதி மதம் அப்பா அம்மா இதெல்லாம் ப்ராப்ளமே இல்ல. இப்போ லவர்ஸ்க்கு ப்ராப்ளம் லவர்ஸே தான். இப்போ நான் உங்களை லவ் பண்றேன், நீங்க என்ன லவ் பண்றீங்க. ஜஸ்ட் ஃபார் an எக்ஸாம்பிள். ஆனா அதை நேரம் சொல்லிக்க முடியாது. ஏன்னா பயம், தப்பா நினைச்சிட்டாங்களோட. நான் மட்டும் இல்ல பிரியா, எல்லா லவ்ஸுமே அப்படிதான். நேரம் சொல்லிக்க மாட்டாங்க. ஆனா ஃப்ரெண்ட்ஸ் கிட்ட போன் பண்ணி அந்த பொண்ணை இப்படி எல்லாம் லவ் பண்றேன் அப்படி எல்லாம் லவ் பண்றேன்னு சொல்றாங்க. அதனால ஒரு சின்ன ட்ரிக் ப்ளே பண்ணி அவளே என் ஃப்ரெண்ட் ஆக்கி ஐ லவ் யூன்னு சொல்லிட்டேன். அது எப்படி? ட்ரிக் 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 ட்ரிக். என்ன ட்ரிக்? இது ஒரு சின்ன கேம். இப்போ நீ சோனா இல்ல, என் ஃப்ரெண்ட் விக்கி. நீ மெட்ராஸ்ல இருக்க, நான் உனக்கு ஊட்டில இருந்து போன் பண்றேன். ஓகே ஓகே குட். ட்ரிங் 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 ட்ரிங். ஹலோ ஹாய் விக்கி. டேய் சிவா. டேயா? இப்போ நான் ஃப்ரெண்ட் டேய் தான் கூப்பிடுவேன். என்னடா எங்க இருந்து பேசுற? ஊட்டில இருந்து. போடா ஃபுட். ஏன்டா ஊட்டி போன? வேற ஏதோ புதிய இடத்துக்கு போய்க்க வேண்டியதானே? இல்ல ஊட்டி பழசுதான், பட் ஒரு புது அனுபவம் கிடைச்சது. என்ன அனுபவம்? அங்க நான் ஒரு பொண்ணை சந்திச்சேன். போடா யூ மீன் குட்டி? ஏய் அவள் குட்டின்னு சொல்லாத. அவ என் தேவதை, மை ட்ரீம் கேர்ள். அவ பேர் சோனா. சோனாவா? பேர் ரொம்ப சிறுசா இருக்கே. அவ பேர் தான் சிறுசு, மத்தபடி எல்லாம் ஐ மீன் அவளோட எண்ணங்கள் மனசு அத சொன்னேன். കട്ട് ചെയ്തോടെ. இதெல்லாம் டெம்பரரியா இல்ல லைஃப் லாங்கா? லைஃப் லாங். ஐ லவ் ஹர் சின்சியர்லி. லவ் அவகிட்ட சொல்லிட்டியா? இல்ல. இல்லையா? ஏன்? பயம்டா. பயமா? என்ன பயம்? தப்பா நினைச்சிட்டானா? நீ பயங்கரமான ஆளு. சேர்த்துக்க மாட்டான? லவ் மாட்டான? துணிச்சு சொல்லிடு. அவ திட்ட மாட்டேல்ல? திட்ட மாட்டா. ஷூர். Sure. ஓகே தேங்க்ஸ் விக்கி. Okay, bye டா. பை. Again variety. അവിടെയും variety proposal ആണ് ചെറുതായിട്ട്. സോന I love you. Ring 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 ring. Ring ring. Wake up, wake up. இப்போ நீங்க என் ஃப்ரெண்ட் உமா, ஓகே? ஓகே. ஹலோ. என்னடி எப்படி இருக்க? நல்லா இருக்கேன். என்னடி திடீர்னு போன்? திடீர்னு ஒரு முடிவு எடுக்க வேண்டியிருந்தது. அதான் திடீர் போன். என்ன திடீர்னு முடிவு எடுக்கணும்? இல்ல, நான் ஒருத்தரை லவ் பண்றேன். அப்படியா? ஆளு எப்படி? நல்ல அழகு, நல்ல கலர். அது மட்டும் இல்ல, ரொம்ப நல்லவர். அவர் எந்த அளவுக்கு நல்லவர்னா, பொய்யே சொல்லாம ஒருத்தர் இருக்காரு. ஹரிச்சந்திரன். இவர் பேன் போட்டு ஹரிச்சந்திரன் சொல்லலாம். அவ்வளவு நல்லவர். இதை வச்சு சொல்றேன்னா, 2 வருஷத்துக்கு முன்னாடி 7 நாள் பார்த்து பழகின ஒருத்தி விட்டுட்டு போனதுக்கு அப்புறமும் கூட லைஃப் லாங்கா அவளே நினைச்சிட்டு இருக்காரு. அவர் நல்லவர் தானே? நீயே சொன்னா ஓகேதான். ஒரு விதத்துல பார்த்தா இவ்வளவு நல்லவரை விட்டுட்டு போயிட்டாலே நினைச்சு அந்த பொண்ணுக்காக நான் வருத்தப்படுறேன். பட் இன்னொரு பக்கம் நான் சந்தோஷப்படுறேன். ஏன்னா அதனாலதான் அவர் எனக்கு கிடைச்சிருக்காரு. இந்த விஷயத்துல நான் சோனாவுக்கு தான் தேங்க்ஸ் சொல்லணும். தான் டைம் கரெக்ட் ஆக்ட் பண்ண. உணர்ச்சி வசப்பட்டு உடனே ஓகே பண்ணாத. சோனாவா? பிரியா, அப்போ இவ்வளவு நேரமா என்ன பத்தி சொல்லிட்டு இருந்தீங்க? ஆமா, நான் உங்களை பத்தி தான் ഓ பேசுறேன். ഓട്ടോമാറ്റിക്. பிரியா, இந்த உங்களுக்கு as this நானும் சோனா தான். പെട്ടെന്ന് இந்த accept ചെയ്യണ്ടீங்க. ஒண்ணுதான். நான் ஒண்ணுதான் லவ் பண்றேன். அதுக்கு விட்டு சொல்றேன். I love you சிவா. அதனால முடியாது. நான் சோனாவல லவ் பண்ணிட்டு இருக்கேன். அவ ஒண்ணு விட்டுட்டு இன்னொருத்தனோட போயிட்டா. நீ இன்னொருத்தனோட போக கூடாது. அதே நானா இருக்க கூடாது. லாஜிக்கலா பார்த்தா கரெக்ட் தானே? லாஜிக்கலா பார்த்தா அது கரெக்ட் தான். ஆனா ஏனோ என் மனசு அதுக்கு ஒத்துக்க மாட்டேங்குது. என்னைக்காவது ஒரு நாள் அவளை பார்த்து என்னோட காதல் எவ்வளவு புனிதமானது
சொல்லி காட்டு. அதனால உனக்கு என்ன யூஸ்? ஒரு லவ் பண்ணிட்டு இருக்க எனக்கு என்ன யூஸ்? இது பாரு சோனா உன கேட்டுக்கற வச்சு மறந்துரு. அதனால முடியாது பிரியா. இந்த கைகள் இன்னொரு பொண்ணை கட்டிப்பிடிக்காது. இந்த லிப்ஸ் இன்னொரு பொண்ணை கிஸ் பண்ணாது. அவளை விடமாட்டேன்னு அடம் பிடிக்கிற பாத்தியா? அதான் உன விடக்கூடாதுன்னு சொல்லி என்ன அடம் பிடிக்க வைக்கணும். சரி விட்டு. சிரிண்டா அவளே நினைச்சிட்டு அதே மாதிரி நானும் உன்னையே நினைச்சிட்டு இருந்தேன். தப்பா ஒர்க் அவுட் ஆயிடுச்சு. இல்ல பிரியா, உன்னை மனசுல ஏத்துக்கிறத பத்தி எனக்கு எந்த ஆச்சரியமும் இல்ல. ஆனா இதே என்கிட்ட இல்லையே. அப்படியெல்லாம் ஒண்ணும் கிடையாது. அவங்கவங்க இது அவங்கவங்க கிட்ட தான் இருக்கு. தொட்டு பாரு சத்தம் கேட்கும். இல்ல பிரியா, நான் என்ன சொல்ல வரேன்னா நீ ஒண்ணும் சொல்லணும். Just say I love you enough. മറ്റേ സോങ് ഓക്കേ അതിന്റെ ഒരു ബീറ്റ് എക്സ്ട്രേറ്റ് love you. Oh God. Chima. ഇവിടെ ആര് ശരിക്കും മാഡം പബ്ലിഷ് ആയ എല്ലാ പത്രത്തിലും ഈ പെണ്ണിന്റെ ഫോട്ടോ വന്നു. പക്ഷേ പെണ്ണ് കിട്ടിയ പാടില്ല. കംപ്ലീറ്റ് വോട്ടേഴ്സ് ലിസ്റ്റ് വീഡിയോ ഞാൻ ചെക്ക് ചെയ്തു. അതിലും കിട്ടില്ല. ഈ പെണ്ണ് എവിടെ ഉണ്ടെന്ന് ഞാൻ അറിയില്ല. പക്ഷേ ഒന്ന് മാത്രം തീർച്ചയായിട്ടും ഞാൻ അറിയും. ആ കുട്ടി ഈ ബോംബെ പെൺ അല്ല. ആ പെൺകുട്ടിയെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷേ ഒന്ന് കണ്ടുപിടിച്ചു. നിന്റെ മനസ്സ്. എന്റെ കൂട്ടാർ. Why he's not sharing with the brother? അല്ലേ അവിടെ ഇല്ലല്ലോ ഇപ്പൊ അതോ சிவா மாட்டிட்டோம்டா. நாம மாட்டிட்டோம். நானு பிரியா சோனா 3 பேரும் ஒரே இடத்துல சந்திச்சுட்டோம்டா. என்னடா சொல்ற? ஆமாடா. லிஃப்ட்ல ஃபர்ஸ்ட் ஃப்ளோர்ல நான் ஏறினேன். செகண்ட் ஃப்ளோர்ல பிரியா ஏறினா. 2 பேரும் பேசிக்கிட்டே போறோம். தேர்ட் ஃப்ளோர்ல சோனா ஏறிட்டாடா. அதுக்கப்புறம் நான் பேச நினைச்சிட்டேன். அதுங்க தான் என்ன பார்த்து பேச ஆரம்பிச்சிருச்சுங்க. 10வது ஃப்ளோர்ல தான்டா வெளியே வந்தோம். நான் எவ்வளவு தூரம் அவமானப்பட்டிருக்கேன் நான் சொல்லி உனக்கு தெரிய வேண்டியதுடா. மேட்டர் என்ன தெரியுமாடா? அந்த பொண்ணுக்கு நாம வச்ச பேர் தான்டா சோனா. அவங்க அப்பா வச்ச பேரு மீனா. இந்த பிரச்சனைக்கு இடையில நானா ஆள விடுறா பம்ப எதுக்குடா மீனா? உன் பிரச்சனை நீயே பாத்துக்க. இவன் ஆட்டத்துக்கே ഡയലോഗ് വേണം சிவன்ட்ட வாங்கிக்கப்பா. ദൈവമേ நேத்து நீ சோனா பாத்தியாங்க? ஆமா. என்ன சொன்னா? என் பேரு சோனா இல்லன்னா வேற என்னலாம் சொன்னான்னு சொல்லணுமா? இல்ல, நான் உன்கிட்ட ஒண்ணு சொல்லணும். நீ ஒண்ணும் சொல்ல வேண்டாம். சொன்னதெல்லாம் போதும்டா. என்னதான் ரீல் வேண்டா? ഒരു മറ്റേ രീതിയിലാണ് എല്ലാം കാണിക്കുന്നത്. മേക്കിംഗ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ അവിടെ എന്താ ശരിക്കും സംഭവിച്ചത്? അതായത് വെറുതെ മറ്റേ ഡയലോഗ് പറഞ്ഞ് കാണിക്കാണ്ട് വിഷ്വലി മറ്റേ രീതി കാണിച്ചു. സോനനെ കാണിച്ചു ഇനി, പക്ഷെ മറ്റേ രീതിയിലാണ് കാണിച്ചത്. നമ്മളെ കാണിച്ചില്ല. என்ன பெரிய இவன் நினைச்சிட்டியா? சவுண்ட் குடுக்குற? பெரிய ரவுடியா நீ? அப்படியெல்லாம் ஒண்ணும் இல்ல. உன்கிட்ட எவ்வளவு பேசலாம் ட்ரை பண்ணேன். நீ பேச மாட்டீங்க. சரி, இப்படி எல்லாம் பண்ண அட்லீஸ்ட் பெட்டாவது வருவேன். அப்போ புடிச்சு பேசிக்கலாம்னு தான் இப்படி எல்லாம் பண்ணேன். பிரியா, இல்ல பிரியா, ஏன் இப்படி பேச மாட்டேங்கிற? சொல்லு, ஏன் இப்படி பேச மாட்டேங்கிற? பிரியா சொல்ல புரியலையா? நீ என்ன ஏமாத்திட்ட? உன்கிட்ட பணம் வாங்கிட்டு ஏமாத்திட்டா? இல்ல உன் கையில ஒரு குழந்தை கொடுத்து கல்யாணம் பண்ணி பண்ணா? அதை விட பெருசா ஏமாத்திட்டேன். அப்படி பார்த்தா இந்த உலகத்தை எல்லாரும் ஏமாத்திட்டு தான் இருக்காங்க. நீ ஏமாத்த என்ன இல்ல உன்னை நீயே இப்ப என்ன கோச்சுக்கிற மாதிரி இப்ப என்ன லவ் பண்ண மாதிரி உன்னை நீ ஏமாத்தல. ஒருத்தனை லவ் பண்றதுக்கு முன்னாடி நீ எவ்வளவு யோசிச்ச? ஆனா யோசிக்கவே இல்லை. உன்னை பார்த்து ஒரு லவ் பண்ணிட்டேன் தெரியுமா? റിയലൈസ് ആയിട്ടാണ് அவனை ஏமாத்தினேன். நான் உன்கிட்ட சொன்ன கதை பொய்யா இருக்கலாம். ஆனா என் காதல் பொய் இல்ல. நீ மட்டும் என்ன எடுத்துக்கலன்னா காதல் பொய் ஆயிடும். அந்த கதை உண்மை ஆயிடும். அந்த கதையில சோனா பதிலா நீ இருப்ப பிரியா. நீ இருப்ப லைஃப்ல நான் உன்னை இருப்பேன். நான் என்ன சொல்றேன்னு புரியுதா? I love you பிரியா. I love you. அதுதான் இவ்வளவு நேரமா சொல்லிட்டு இருக்கேன். ആ ഫ്രെയിം കാണിക്കാൻ വേണ്ടിട്ട് നല്ല രസത്തിൽ കാണിച്ചു അല്ലേ? ബൈക്ക്, മഴ, പെങ്കച്ചവടം നടന്നു വന്നു. ഫ്രെയിം ഇവിടെ ആണെങ്കിൽ ആള് സെർച്ച് ചെയ്തോണ്ടിരിക്കാണ്. ആൾക്കൊരു മറ്റേ ബീജം ഉണ്ട് കേട്ടോ, ഭയങ്കര ഇന്റൻസ്. മാക്സിമം ഒരു നമ്മളങ്ങനെ ഇതാക്കിയാണ് കുറച്ചും കൂടെ ഒരു വില്ലനിസം കേറി വന്നില്ല ഇവിടെ നിന്ന്. കുറച്ച് ഡോസിലാ വരുന്നത്. കേൾക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, ട്രൈ അടിക്കാൻ തോന്നുന്നു. ഇനിയിപ്പോ ബ്രദറിന്റെ സോങ് ആയിരിക്കും. അവിടെ ഏകദേശം എന്താ പറയാ ബ്രേക്കപ്പ് പോലെയാണ് കാണിച്ചത് നമ്മള്. അവിടെ ഒരു ബ്രേക്കപ്പ് ആണ് കാണിച്ചത്. പക്ഷെ അത് ബ്രേക്കപ്പ് ആണെന്നുള്ള ശരിക്കും അറിയില്ല അല്ലെ? ആ ഒരു
കംപ്ലീറ്റ്ലി അവിടെ ഭയങ്കരമായിട്ട് ഇമോഷൻ കാണിച്ചിട്ടില്ല, ചെറിയൊരു ഫ്രെയിമിലാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ആ കാണിച്ച ഫ്രെയിം നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര ഭംഗിയായിരുന്നു ആ ഫ്രെയിം കാണിച്ചിരുന്നത്. ആൻഡ് ആ ലവ് പറയുന്ന രീതിയും രണ്ട് സ്ഥലത്തും നല്ല രീതിയിൽ തന്നെ പറഞ്ഞ ഒരു നമ്മളല്ലേ ഒരു പഴയ സ്റ്റൈലില് ആ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയല്ലേ പറയാ, ആ ഒരു സംഭവം നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഹൈപ്പ് നമ്മൾക്ക് ഇങ്ങനെ കൂട്ടി തരുന്ന പോലെയാണ് ആ ബ്രദറിന്റെ ക്യാരക്ടറെ കാണിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ആ ഒരു ക്യാരക്ടറിനെ ഭയങ്കര ഒരു വില്ലൻ ആക്കി മാറ്റുമോ, അല്ലെങ്കിൽ ഇനി ആ ബ്രദർ തന്നെയാണോ വില്ലൻ ആവാൻ പോകുന്നത്, അല്ലെങ്കിൽ ആളാണോ എന്ന് അറിയില്ല. എരിഞ്ഞെരിഞ്ഞ് വരുന്നുണ്ട്, ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞ് വന്നിട്ട് ഇനി വലിയ സ്ഫോടനം ഉണ്ടാവും. അവിടെ ആണെങ്കിൽ ഇപ്പൊ ഏകദേശം ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അറിയില്ല ഇനി എങ്ങനെയാ വരാൻ പോകുന്നത്. അവിടെ ഏകദേശം ഒരു ചീറ്റ് ചെയ്ത പോലെയല്ലേ സംഭവമൊക്കെ പറഞ്ഞിട്ട് ചീറ്റ് ചെയ്ത പോലെയാണുള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത്, അതായത് ഇപ്പൊ നമ്മളീ മൂവി ആ ടൈമിൽ കാണുകയാണെങ്കിലും ഇപ്പൊ കാണുകയാണെങ്കിലും നമുക്ക് ഗസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്തായിരിക്കും. കാരണം അവിടെ എന്ന് പറയുന്ന ആ ഒരു സിമ്രാൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ സിമ്രാൻ മാമിന്റെ ആ ഒരു ക്യാരക്ടറിനെ വേണ്ടതെന്ന് വെച്ചാല് അത്രയും മാഡായിട്ട് ലവ് ചെയ്യുന്ന ഒരാളെയാണ്. പക്ഷെ അവിടെ ആ ഒരു കോൺസെപ്റ്റിന്റെ അവിടെ ബ്രേക്ക് ആയി. അപ്പൊ പിന്നെ എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിനെ തിരിച്ച് ഇഷ്ടപ്പെടുന്നത്? ആൻഡ് ആ ഒരു സംഭവങ്ങളൊക്കെ കാണിച്ചിരിക്കുന്ന രീതി, ഇപ്പൊ പ്രത്യേകിച്ച് തന്നെ ആ ഒരു ബ്രേക്കപ്പിന്റെ മുന്നേയുള്ള ഡയലോഗ് പറയുന്ന സ്ഥലത്ത് നമുക്ക് പെട്ടെന്ന് തരാത്ത രീതിയിൽ അത് കാണിക്കുന്ന ആ സീൻ ഉണ്ടായിരുന്നില്ല. അവര് തമ്മിലുള്ള ഡയലോഗ് ഒന്നും അധികം കാണിക്കുന്നില്ല, പക്ഷെ അവിടെ ഡയലോഗ് ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ ആ വിഷ്വലൈസേഷൻ കാണിച്ചതും നല്ല രീതിയിൽ തന്നെയാണ്. കാരണം എന്താ പറയുക, അധികം നീളം കൊടുത്ത് അവിടെ ബോറടിപ്പിക്കാത്ത രീതിയിലാണ് അവർ കട്ട് ചെയ്യാൻ നോക്കുന്നത്. അതൊക്കെ കട്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ അവിടെ ജ്യോതിക മാം എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ, സോന ക്യാരക്ടറിനെ മീറ്റ് ചെയ്തു നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ നമ്മളെ കാണിക്കുന്നില്ല. എനിക്കൊന്നും ചിലപ്പോ ഇനി അവരുടെ ഒരു ഡേറ്റ് തമ്മിൽ ഒന്നായിട്ട് ഉണ്ടാവുമല്ലോ ഡൗട്ടും ഉണ്ട് കേട്ടോ. ഇനി ചിലപ്പോ അതായത് സിമ്രൻ മാമും ജ്യോതികയും തമ്മിൽ അവരുടെ അവരുണ്ടൊരു ചിലപ്പോ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോ അതായിരിക്കും നമ്മളെ കാണിക്കാത്ത. ഇനി എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. അത് കഴിഞ്ഞ് കാണിക്കാം എന്തായിരിക്കും കണക്ട് ചെയ്തതെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ റിയൽ ആയിട്ട് ജ്യോതിക മാം ഇനി ലൈഫിൽ ഉണ്ടായിരുന്നു ആരുടെയെങ്കിലും നമുക്കറിയില്ല. കാരണം വെച്ചാൽ അതാ പറഞ്ഞ ഈ ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ലവ് സ്റ്റോറി ആണെന്നുണ്ടെങ്കിലും അത് നമ്മള് കുശിയിലും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹം തന്നെ പറയും ഇതായിരിക്കും സംഭവിക്കാൻ പോണം, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അത് പോകുന്ന വഴികൾ ടോട്ടലി ഡിഫറെന്റ് ആണ്. അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന രീതിയും അതിനകത്ത് വരുന്ന കുറെ അധികം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് അതൊക്കെയാണ് ഇതിന്റെ മെയിൻ. അതായത് എവിടെയെങ്കിലൊക്കെ നമുക്ക് ആ ഒരു കണക്ട് ചെയ്യാനുള്ള സാധനം തരും, അത് അതിന്റെ അകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ അകത്ത് തന്നെ പോയിക്കോളും. കാരണം എന്താ വെച്ചാൽ ലവ് സ്റ്റോറി എന്ന് പറയുന്ന സമയത്ത് ഓക്കെ ഒരാൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നു, ഓക്കെ ഏതൊരു കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവുന്നു, അല്ലെങ്കിൽ ലവ്സ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ അതിനെന്ന് പറയുന്ന സ്കോപ്പ് ശരിക്കും കുറവാണ് ശരിക്കും അല്ലേ. അത് മാത്രമാകുമ്പോ കാരണം അതിന്റെ അകത്ത് നോർമലി നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ക്ലീഷേ എലമെന്റ്സ് ധാരാളമുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഇദ്ദേഹം ഈ ഒരു എലമെന്റ് അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ പറയാ റൊമാൻറ്റിക് ആ ഒരു ജോണർ പ്ലസ് ഇതിനകത്ത് സൈക്കോളജിക്കൽ അതൊക്കെ ഉണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ബേസ് എന്ന് പറയുന്നത് റൊമാൻറ്റിക് ആണ്. പക്ഷെ അതിനെ നമ്മൾക്ക് ഇഷ്ടപ്പെടുത്തുക, അതിനെ പല രീതിയിൽ പല തലങ്ങളിലേക്ക് കൊണ്ടുപോവുക, ആ ഒരു ക്യാരക്ടറിനെ മാക്സിമം സ്പേസ് കൊടുത്തിട്ട് അഭിനയിപ്പിക്കുക അല്ലേ. ഓരോ ക്യാരക്ടറായിട്ടും അത് മൈന്യൂട്ട് എക്സ്പ്രഷൻസ് വരെയും, പ്രത്യേകിച്ച് അജിത് സാറിന്റെ ആ ഒരു എൽഡർ ബ്രദർ ക്യാരക്ടറിന് വലിയ ഡയലോഗും സംഭവങ്ങളൊന്നും ഇല്ല, പക്ഷെ എക്സ്പ്രഷനിലൂടെയൊക്കെ എന്താ പറയാ നമ്മളെ കൺവീപ്പിക്കുന്ന ഒരു വില്ലൻസ് ഉണ്ട്. ശരിക്കും അവിടെ അതൊരു ചലഞ്ചിങ് റോൾ തന്നെയാണ്. കാരണം എന്താ അറിയോ, കാരണം ഒന്നാമത് സംസാരിക്കാൻ പറ്റില്ല, കേൾക്കൂല. അതിന്റെ അത് സംസാരിക്കുന്ന സാധനം തന്നെ ഇല്ലെങ്കിൽ ബാക്കിയെല്ലാം ഫേസിൽ തന്നെ കൊണ്ടുവരണം. അവിടെ ഫേസിൽ തന്നെയാണ് എല്ലാ എക്സ്പ്രഷനും കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നത്, നല്ല രീതിയിൽ തന്നെ കാണിക്കും. പിന്നെ എടുത്തു പറയേണ്ട ആ ഒരു സോങ്ങിന്റെ പ്ലേസ്മെന്റ്, കാരണം കഥ ഇത്രയും നേരം കഥ പറഞ്ഞ രീതിയിലല്ല പറഞ്ഞു, ഇപ്രാവശ്യം ഒന്നും കൂടി സോങ്ങിലൂടെ കഥ പറഞ്ഞു. ആ ഒരു സംഭവം അതും സോന എന്നുള്ളൊരു സോങ് തന്നെ ആ ഒരു പ്ലേസ് ചെയ്തതും നല്ല രസത്തിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ അജിത് സാറിന്റെ ഒന്നും കൂടി ക്യൂട്ട് എക്സ്പ്രഷൻസും ആ ഒരു റൊമാൻറ്റിക് ഏരിയ ഒക്കെ നന്നായിട്ട് കാണിക്കാൻ നോക്കിയിട്ടുണ്ട്. ഒരു യൂത്ത് പ്രത്യേകിച്ച് ലിയോണ് ഞാൻ കണ്ടിരിക്കുന്നത്, ഞാനത് എപ്പോഴും പറയാനുണ്ട്, അദ്ദേഹത്തിന്റെ കുറച്ച് മാസ് മൂവിയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. സോൾട്ട് ആൻഡ് പേപ്പർ ലുക്കിലും അതല്ല സൗണ്ടൊക്കെ ഭയങ്കര ബാസ് കൂടിയ സാധനം. അപ്പൊ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ സൗണ്ടൊക്കെ എന്താ പറയാ ആ കാലഘട്ടത്തില്ല അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ ആ ടൈമിലുള്ള സൗണ്ടാണ് ശരിക്കും. കുറച്ചൊരു കൂൾ വോയിസ് തന്നെയാണ്, റൊമാൻറ്റിക് വോയിസ് ആണ് ശരിക്കും ഉള്ളത്. പിന്നെ ലുക്ക് ആണെങ്കിലും നമ്മളെ ഭയങ്കര ഇഷ്ടപ്പെടുത്തുന്ന ഒരു ലുക്കാണ്, കാരണം അത്രയും പൊക്കത്തിൽ നല്ലോണം മെയിൻറ്റൈൻഡ് ആണ് ആള്. ആൻഡ് അത് മാത്രമല്ല ഇപ്പൊ റൊമാൻറ്റിക് ബോഡി ലാംഗ്വേജ് നല്ലോണം വർക്ക് ആവുന്നുണ്ട്. അപ്പൊ അവിടെയാണ് ശരിക്കും അമർക്കാണ് മൂവിയൊക്കെ നമ്മൾക്ക് സജഷൻ വന്നിട്ടുണ്ടായിരുന്നു ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അത് കുറച്ചും കൂടി അതിനകത്തൊരു സോങ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര റൊമാൻറ്റിക് സോങ് ആണ്. അതൊരു
പെയിൻഫുൾ റൊമാൻറ്റിക് സോങ് നമ്മൾ കണ്ടു, നമുക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ആൻഡ് അത് സജഷൻ വരാത്തോണ്ട് നമ്മൾ ചെയ്യാത്ത. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ ദ മിറാക്കിൾ ഫ്രം ദ ഡയറക്ടർ. കാരണം അതാണ് നമ്മൾക്ക് ഏകദേശം ഒരു പുതിയ മൂവി കാണുന്ന ഒരു ഫീൽ തന്നെയാണ് ഇതിനകത്ത്. കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. ടിൽ നൗ. അടുത്ത സീൻ വരുന്നത് കാണാം, അടുത്ത വീഡിയോയിലേക്ക് കാണാം.